ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സോഷ്യോളജിയുടെ 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും 50 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്നും ഇന്ന് പാർട്ട് 6 വീഡിയോ ആണ്, 6ാമത്തെ പാർട്ട്. ഇതും കൂടി ആകുമ്പോൾ 50 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആവുകയാണ്. 9 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കമ്മ്യൂണലിസം? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കമ്മ്യൂണലിസം? വൈ ഈസ് ഇറ്റ് എ ത്രെഡ് ടു നാഷണൽ ഇൻ്റഗ്രേഷൻ? അത് ചാപ്റ്റർ 25 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. കമ്മ്യൂണലിസം അല്ലെങ്കിൽ വർഗീയത, നമുക്കറിയാമല്ലേ, ഫാസിസത്തിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് വർഗീയത എന്നാണ് ജവഹർലാൽ നെഹ്റു എന്തിനെക്കുറിച്ച് പറഞ്ഞത്? വർഗീയതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വർഗീയത പ്രധാനമായും മതങ്ങൾ തമ്മിലുള്ള സംഘർഷ അവസ്ഥകളിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. സ്വന്തം മതത്തോടുള്ള അമിതമായ സ്നേഹവും മറ്റു മതങ്ങളോടുള്ള നിന്ദയുമാണ് വർഗീയതയ്ക്ക് എപ്പോഴും കാരണമാകുന്നതെന്ന് നമുക്കറിയാം. ഇത് പിന്നീട് പരസ്പര വിരോധത്തിലേക്കും മുൻവിധികളിലേക്കും സംശയങ്ങളിലേക്കും ഒക്കെ നീങ്ങുകയും അവസാനം അതൊരു ഹിംസയിൽ കലാശിക്കുകയും ഒക്കെ ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലാണ് പ്രധാനമായും വർഗീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ വർഗീയതയ്ക്ക് പ്രധാനമായും 6 മാനങ്ങളുള്ളതായിട്ട് TK ഉമ്മൻ അഭിപ്രായപ്പെടുന്നു. എന്തൊക്കെയാണ് ആ 6 മാനങ്ങൾ? സ്വാംശീകരണം, ക്ഷേമോത്സുകം, ഉൾവലിയൽ, പ്രതിക്രിയാരൂപം, വിഭാഗീയം, വിഘടനപരം. ഇത്രയുമാണ് വർഗീയതയുടെ 6 മാനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞു ഏത് ചാപ്റ്ററിലാണ്? 25ാമത്തെ ചാപ്റ്ററിലാണ്. ടെക്സ്റ്റോ ഗൈഡോ ഉള്ളവർ നന്നായിട്ട് ഒന്ന് നോക്കി വയ്ക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്. കോമ്പറ്റീഷൻ മത്സരം, കോൺഫ്ലിക്റ്റ് സംഘടനം. അപ്പോൾ മത്സരവും സംഘടനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എഴുതാനാണ്. അത് ചാപ്റ്റർ 10 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം മത്സരവും സംഘർഷവും രണ്ടും രണ്ടാണല്ലേ. അതായത് എതിരാളികളെ തോൽപ്പിച്ച് പ്രതിഫലം കൈയടക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് മത്സരമെങ്കിൽ എതിരാളികളെ ദുർബലരാക്കി പ്രതിഫലം കൈയടക്കാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് സംഘർഷം. ഇപ്പുറത്ത് മത്സരം തോൽപ്പിച്ച് പ്രതിഫലം കൈയടക്കുമ്പോൾ സംഘർഷത്തിൽ എതിരാളികളെ ദുർബലരാക്കി അതിനുള്ള പ്രതിഫലം കൈയടക്കാൻ ശ്രമിക്കുന്നു. മത്സരത്തിൽ ബോധപൂർവമല്ലാതെയും മത്സരം ഉണ്ടാകാം. സംഘർഷം എപ്പോഴും എങ്ങനെയാണ് സംഭവിക്കുന്നത്? ബോധപൂർവം മാത്രമാണ്. മത്സരം സാർവലൗകികവും അനസ്യൂതവുമാണ് അല്ലേ. അതേസമയം അനസ്യൂതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടതിടവില്ലാതെ സംഭവിക്കുന്നത്. സംഘർഷം സാർവലൗകികമാണെങ്കിലും ഒരിക്കലും അനസ്യൂതമല്ല അല്ലേ. അത് നമ്മൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതല്ലേ, എപ്പോഴും ഇങ്ങനെ ഇടതിടവില്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല. മത്സരം വ്യക്തിപരവുമാകാം അല്ലാത്തതുമാകാം. സംഘർഷം എപ്പോഴും എങ്ങനെയാണ്? വ്യക്തിപരമാണ്. മത്സരഫലം രചനാത്മകവും നിഷേധാത്മകവുമാകാം. സംഘർഷമാണെങ്കിൽ എന്താണ്? നിഷേധാത്മക ഫലമാണ് എപ്പോഴും നമുക്ക് ഉണ്ടാക്കുന്നത്. മത്സരത്തിൽ ഊക്ക് കൂടി, അതായത് അതിൻ്റെ ആക്കം കൂടി അത് സംഘർഷത്തിലേക്ക് നയിക്കാം. സംഘർഷത്തിൽ വ്യക്തിപരമാകുമ്പോൾ മത്സരം സംഘർഷത്തിന് ഇടയാകുകയും ചെയ്യുന്നു. ഇത്രയാണ് മത്സരവും സംഘർഷവും, കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അത് ഞാനിപ്പോൾ പറഞ്ഞു, ചാപ്റ്റർ 10 അത് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് 3ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സോഷ്യൽ സിസ്റ്റം? എന്താണ് സാമൂഹ്യ സംവിധാനം? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം? അതായത് സോഷ്യൽ സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? അപ്പോൾ എന്താണ് സാമൂഹ്യ സംവിധാനം എന്ന് നമുക്ക് ആദ്യം നോക്കാം. പരസ്പരം ഇടപെടുന്ന കുറേ വ്യക്തികളുടെ കൂട്ടമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടങ്ങളുടെ സംഘമോ ആണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റം അഥവാ സാമൂഹ്യ വ്യവസ്ഥ. നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ തന്നെ അറിയാമല്ലേ, പരസ്പരം ഇടപെടുന്ന ഒരുപാട് വ്യക്തികളുടെ കൂട്ടമാണ് നമ്മൾ. അതൊക്കെ ഓർത്തെഴുതിയാൽ മതി. അതുപോലെ തന്നെ എന്താണ് അതിനെ സംഗ്രഹിക്കുന്ന, അതായത് ഈ കൂട്ടങ്ങളെ സംഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹ്യ ഘടകമായി ഈ സാമൂഹ്യ സംവിധാനം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതിന് പൊതുവായ കുറച്ച് സവിശേഷതകൾ ഉണ്ടായിരിക്കും അല്ലേ. അതായത് വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരിക്കും. സാമൂഹ്യ വ്യവസ്ഥിതിയിലെ ഇടപെടലുകളിൽ ഉപാധികൾ ഉണ്ടായിരിക്കും. ചില പ്രത്യേക ഉപാധികളോടുകൂടിയായിരിക്കും നമ്മൾ ഇടപെടുന്നത്. അതുപോലെ വ്യക്തികൾക്കിടയിൽ പരസ്പര ആശ്രയത്വം ഉണ്ടായിരിക്കും. നമുക്കറിയാം മനുഷ്യന് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല.
നമ്മൾ പരസ്പര ആശ്രയത്തിലും മറ്റുള്ളവരെ സഹായിച്ചും അതുപോലെ അവരുടെ സഹകരിച്ചും മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ധാർമ്മികവും മൂല്യാധിഷ്ഠിതവും ഉത്തേജക പ്രേരകവുമായ വിധത്തിലുള്ള അവസ്ഥകളോടുള്ള സമീപനം, ഇതെല്ലാം ധാർമ്മികമായതും അതുപോലെ ചില മൂല്യങ്ങളിൽ അധിഷ്ഠിതമായതും നമുക്ക് ഉത്തേജകം പകരുന്നതുമായ അങ്ങനെയുള്ള വിധത്തിലുള്ള അവസ്ഥകളോടുള്ള സമീപനമൊക്കെ സാമൂഹ്യ സംവിധാനത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇത് ചാപ്റ്റർ 6 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻ? അത് ചാപ്റ്റർ 4 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. എന്താണ് 2 തരത്തിലുള്ള ഒബ്സർവേഷനെ കുറിച്ച് എഴുതാനായിട്ടാണ്. നോക്കാം. ഒബ്സർവേഷൻ മീൻസ് എന്താണെന്നറിയാമല്ലോ, അതായത് നിരീക്ഷണ രീതികൾ. ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട 2 തരത്തിലുള്ള നിരീക്ഷണ രീതികൾ? ഒന്നാമത്തേതെന്ന് പറയുന്നത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും രണ്ടാമത്തേത് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, പങ്കാളിത്ത നിരീക്ഷണം, പങ്കാളിത്ത രഹിത നിരീക്ഷണം. രഹിതമെന്ന് പറഞ്ഞാൽ ഇല്ലാതിരിക്കുന്നത്, പങ്കാളിത്തം ഇല്ലാത്തത്. പങ്കാളിത്ത നിരീക്ഷണ രീതിയുടെ പ്രത്യേകത, ഗവേഷകൻ പഠനവിധേയമാക്കുന്ന സംഘത്തിലോ സമുദായത്തിലോ അവരുടെ ഇടയിൽ ചെന്ന് ജീവിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കുകൊള്ളുന്നു. മനസ്സിലായല്ലോ? അതായത് നിരീക്ഷണം നടത്തേണ്ടുന്ന ഏരിയയിൽ, പങ്കാളിത്ത നിരീക്ഷണമാണെങ്കിൽ ആ നിരീക്ഷണം നടത്തേണ്ടുന്ന ഏരിയയിൽ ആ ഗവേഷകൻ പഠനവിധേയമാക്കുന്ന സംഘത്തിലായാലും സമുദായത്തിലായാലും അവിടെ ചെന്ന് ജീവിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കുകൊള്ളുന്നു. ആ സംഘത്തിൽ ഒരാളെ പോലെ അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ സ്വതന്ത്രമായി ഇടപഴകുന്നു. അതുപോലെ അവരുടെ ദൈനംദിന ജീവിതത്തിലെ പരിപാടികളിൽ, ഉത്സവങ്ങളിൽ എല്ലാം അവരുടെ കൂടെ നിന്ന് പങ്കാളിയായതിനു ശേഷം അദ്ദേഹം ഗവേഷണത്തിന് വിധേയമാക്കുന്നവരുടെ യഥാർത്ഥ ജീവിത സാഹചര്യം മനസ്സിലാക്കി നിരീക്ഷിക്കാൻ കഴിയുന്നു. അതാണ് പങ്കാളിത്ത നിരീക്ഷണം. മനസ്സിലായല്ലോ? ഇനി എന്താണ് പങ്കാളിത്ത രഹിത നിരീക്ഷണം എന്ന് പറഞ്ഞാൽ? പഠനവിധേയമാക്കുന്ന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാതെ അകലെ നിന്ന് അവരെ നോക്കിക്കാണുന്നതാണ് പങ്കാളിത്ത രഹിത നിരീക്ഷണം. മനസ്സിലായല്ലോ? ഒരിക്കലും അതിൽ നേരിട്ട് ഇൻവോൾവ് ആകുന്നില്ല, ദൂരെ നിന്ന് നോക്കിക്കണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഇവിടെ വൈകാരികമായ ബന്ധം ഒരിക്കലും ഉണ്ടാകുന്നില്ല. പങ്കാളിത്ത രഹിത നിരീക്ഷണത്തിൽ വൈകാരിക ബന്ധം ഉണ്ടാകുന്നില്ല. ഗവേഷകൻ്റെ മുന്നിൽ അപ്പോൾ നടക്കുന്ന എന്താണോ അപ്പോൾ സംഭവിക്കുന്നത് അത് മാത്രമാണ് ഗവേഷകന് നിരീക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് 2 തരത്തിലുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് പങ്കാളിത്ത നിരീക്ഷണം അല്ലെങ്കിൽ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും പങ്കാളിത്ത രഹിത നിരീക്ഷണം അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ഡിസ്കസ് ദ നാച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ പ്രകൃതവും അതുപോലെ സ്കോപ്പിനെയൊക്കെ കുറിച്ച് എഴുതാനാണ്. അത് നമുക്കറിയാം, ഏറ്റവും ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ്, അല്ലെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. നോക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ സോഷ്യോളജിയെ സംബന്ധിക്കുന്ന നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത് എല്ലാ വർഷവും മിക്കവാറും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ടത് മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ധർമ്മങ്ങൾ, അല്ലേ? ധർമ്മങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചർച്ച ചെയ്തു. ഇവിടെ നമ്മൾ അതിൻ്റെ നാച്ചർ ആൻഡ് സ്കോപ്പാണ്. എല്ലാ സാമൂഹ്യശാസ്ത്രങ്ങളും സമൂഹത്തിൻ്റെ പ്രത്യേക മേഖലകളെ സംബന്ധിക്കുന്നവയും അതുപോലെ തന്നെ പ്രത്യേകമായ സവിശേഷതകളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരെന്താണ്, ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളല്ലേ, അതിനനുസരിച്ചായിരിക്കും നാം ജീവിക്കുന്നത്. അതുപോലെ ആ നിയമങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു പ്രത്യേക പൊതു ശാസ്ത്രശാഖ അത് തന്നെയാണ് ഏതെന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൊതുവായ ചില നിയമങ്ങൾ, ചില ചിട്ടകൾ, ഇതെല്ലാം നമുക്ക് ചുറ്റും നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. പിന്നെന്താണ്, ഒരു ശാസ്ത്രം എന്ന നിലയ്ക്ക് എന്ത് ചെയ്യുന്നു, സാമൂഹിക ശാസ്ത്രത്തെ നമുക്ക് ഒരു ശാസ്ത്രമെന്ന് മാത്രം കണക്കാക്കാനായില്ല, ഒരു ജീവിത രീതി എന്ന് തന്നെ പറയാം, അല്ലേ? എല്ലാ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്നു, മനുഷ്യരുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ പറയുകയാണെങ്കിൽ സാമൂഹിക ശാസ്ത്രം അതിൻ്റെ പ്രായോഗികമായ അല്ലെങ്കിൽ പ്രയോഗക്ഷമമായ സങ്കല്പങ്ങളും രീതിശാസ്ത്രവും കൊണ്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ശാസ്ത്രമായി കണക്കാക്കാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്കോപ്പ്, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. വ്യാപ്തിയും ഉപയോഗങ്ങളും, ഒരുപാട് ഉപയോഗങ്ങളും വ്യാപ്തിയുമാണ് സാമൂഹ്യശാസ്ത്രത്തിനുള്ളത്. അതായത്
സമൂഹത്തെക്കുറിച്ച്, സാമൂഹ്യശാസ്ത്രം എപ്പോഴും നമ്മുടെ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമായി നിലകൊള്ളുന്നു. വ്യക്തിയുടെ വികാസത്തിൽ സ്ഥാപനങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുപോലെ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സമൂഹത്തിൽ ഓരോ പ്ലാനിങ്ങുകൾ നടത്താനും സോഷ്യോളജി നമ്മെ സഹായിക്കുന്നു. ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്, 8, 9, 10 പോയിൻറ്റോളം ഉണ്ട്. അതുപോലെ തന്നെ ഒരു വിദഗ്ധ തൊഴിലായി ഇന്ന് നമ്മൾ സോഷ്യോളജിയെ കണക്കാക്കുന്നു. സർവകലാശാലകളിലും കോളേജുകളിലുമൊക്കെ ഇതൊരു പാഠ്യ വിഷയമായി കണക്കാക്കുന്നു. നമ്മുടെ സംസ്കാരത്തെ, മനുഷ്യൻ്റെ സംസ്കാരം സമ്പന്നമാക്കുന്നതിന് സാമൂഹ്യശാസ്ത്രത്തിന് മഹത്തായ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണഗതിയെ ഇത് മാറ്റിമറിക്കുന്നു. ഇങ്ങനെ ഒരുപാട് നമ്മുടെ അന്തസ്സിലേക്കും ആന്തരികമായ മൂല്യങ്ങളിലേക്കും ഒക്കെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ സാമൂഹ്യശാസ്ത്രത്തിന് കഴിയുന്നു. ഇങ്ങനെയുള്ള നിരവധി പോയിൻറ്റ്സാണ് ഏതിലുള്ളത്, നാച്ചുറൽ സ്കോപ്പ് എന്നുള്ള, സോഷ്യോളജിയുടെ നാച്ചുറൽ സ്കോപ്പ് എന്നുള്ളതിൽ വരുന്നത്. അത് ചാപ്റ്റർ 1 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 7ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാസ്റ്റിസം? എന്താണ് ജാതി സമ്പ്രദായത്തെക്കുറിച്ച് ഉള്ള ക്വസ്റ്റ്യനാണ്. അത് ചാപ്റ്റർ 25 നിന്നുള്ളതാണ്. ജാതീയത, വാട്ട് ഈസ് കാസ്റ്റിസം? നമുക്കറിയാം, ഒരാൾക്ക് എപ്പോഴും സ്വന്തം ജാതിയോടുള്ള അമിതമായ താല്പര്യവും മറ്റ് ജാതിയോടുള്ള എതിർപ്പും അത് എന്തിൽ കലാശിക്കും? മനുഷ്യൻ്റെ വിദ്വേഷം, അല്ലേ, പരസ്പരമുള്ള വെറുപ്പിലും വിദ്വേഷത്തിലും ഒക്കെയാണ് അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ കലാശിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ജാതീയത എന്ന് പറയാം. സ്വന്തം ജാതിയോടുള്ള അമിത താല്പര്യവും മറ്റുള്ള ജാതികളോടുള്ള എതിർപ്പും, അതാണ് ഏത്, ജാതീയത. ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഒരു ജാതിയിലെ ഉന്നത പദവി കൈയാളുന്നവൻ എന്ത് ചെയ്യുന്നു? തങ്ങളുടെ സ്വന്തം ജാതി ഉപജാതികളിൽ പെട്ടവർക്ക് മാത്രം മുൻഗണന നൽകിയാൽ അവിടെ ജാതീയത സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ജാതീയ ഐക്യങ്ങൾ സമൂഹത്തിൽ സ്പർദ്ധകൾ, അല്ലേ, എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. അതെങ്ങനെയാണ് പ്രശ്നങ്ങളിലേക്ക് ജാതീയത പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത്, ഒരു ജാതി മറ്റൊരു ജാതിയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത് സ്പർദ്ധയുണ്ടാക്കാൻ കാരണമാകുന്നു. 1ാമത്തെ പോയിൻ്റാണ്. 2ാമത്തേത്, ഉന്നത ജാതിയിലുള്ളവർ കീഴാള ജാതിയിലുള്ളവരെ ചൂഷണം ചെയ്യുന്നു. അതും പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. 3ാമത്തേത്, ജാതി അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതും വിജയം കൊയ്യുന്നതും പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. 4, സമൂഹത്തിൽ ജാതികൾ തമ്മിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ജാതീയത പെട്ടെന്ന് നിങ്ങൾ ഓർക്കാൻ ഇത്രയാണ്. സ്വന്തം ജാതിയോട് ഒരു വ്യക്തിക്ക് അമിതമായ താല്പര്യവും മറ്റ് ജാതികളോടുള്ള എതിർപ്പും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വിദ്വേഷം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പരസ്പരം സംഘട്ടനവും വെറുപ്പും ഒക്കെ ഉണ്ടാകുന്നു എങ്കിൽ അവിടെ ജാതീയത ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഓപ്ഷണൽ മൊഡ്യൂളിൽ പഠിച്ചതാണ്, ഡൗറി സിസ്റ്റത്തെക്കുറിച്ചുള്ളതാണ്. നിങ്ങൾ സ്റ്റാറ്റസ് ഓഫ് വിമൻ അതിൽ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു പോർഷനാണ് ഡൗറിയെക്കുറിച്ച്. വാട്ട് ഈസ് ഡൗറി? വൈ ഇറ്റ് ഈസ് ആൻ ഈവിൾ സോഷ്യൽ പ്രാക്ടീസ്? എന്തുകൊണ്ടാണ് ഇതൊരു ദുരാചാരം, അല്ലെ, സാമൂഹ്യപരമായ ദുരാചാരമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഏതിൽ പഠിച്ചു? ഓപ്ഷണൽ മൊഡ്യൂളിൽ പഠിച്ചു. എന്നാലും ഇതിൽ 31ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പ്രോബ്ലം ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെക്ഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. മറ്റ് പിന്നോക്ക വർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങൾ എന്നുള്ള 31ാമത്തെ ചാപ്റ്റർ, അതിൽ നിന്നുള്ള ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഡൗറി സിസ്റ്റത്തെക്കുറിച്ച്. നമുക്കറിയാം, പണ്ട് കാലത്ത് എന്തായിരുന്നു, മാതാപിതാക്കൾ തങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിച്ച് വിടുമ്പോൾ സമ്മാനമായിട്ട്, പാരിതോഷികമായിട്ടൊക്കെ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. സ്വർണം തന്നെ ആവണമെന്നില്ല, കാലിപ്പറ്റങ്ങളാവാം, പണമാകാം, എന്തെങ്കിലും സന്തോഷത്തിനായിട്ട് കൊടുത്തിരുന്നു. പിന്നീട് എന്ത് ചെയ്തിരുന്നു, അത് സ്ത്രീധനം എന്നൊരു സമ്പ്രദായത്തിലേക്ക് മാറുകയുണ്ടായി. കാരണം സ്ത്രീധനം കൊടുക്കാതിരുന്നാൽ തൻ്റെ മകൾക്ക് ചെല്ലുന്ന വീട്ടിൽ വേണ്ട പരിഗണന കിട്ടില്ല എന്ന തോന്നലാണ് സ്ത്രീധന സമ്പ്രദായം എന്നൊരു ഏർപ്പാടിലേക്ക് പോകുന്നത്. പിന്നീട് മധ്യകാലഘട്ടമൊക്കെ ആയപ്പോൾ ഇത് വളരെയധികം രൂക്ഷമാവുകയുണ്ടായി. ഇങ്ങനെ സ്ത്രീധനത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം എഴുതുക. ഇന്നും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു? സ്ത്രീധനത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഇന്നും പല പെൺകുട്ടികൾക്കും ജീവൻ ഒടുക്കേണ്ടതായിട്ടൊക്കെ വരുന്നു. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ, കൊടുക്കുന്നത് കൂടുതൽ പ്രതാപം, അല്ലേ, സമൂഹത്തിൽ ഒരുപാട് പ്രതാപത്തിൻ്റെ പ്രശ്നമായിട്ട് കാണപ്പെടുന്നു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ സ്ത്രീധന പീഡനങ്ങളും നമുക്ക് ചുറ്റും നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സ്ത്രീധനത്തെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എഴുതാനായിട്ടുള്ളത്. അപ്പോൾ അത് ചാപ്റ്റർ 31 നിന്നുള്ള ക്വസ്റ്റ്യനാണ്.
നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 50 ക്വസ്റ്റ്യനിലേക്കുള്ള അവസാനത്തെ ക്വസ്റ്റ്യനാണ്. ചാപ്റ്റർ 22 നിന്നുള്ളതാണ്. സൊസൈറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയും സമൂഹവും. അതിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ അതായത് മനുഷ്യനും പ്രകൃതിയും എൻവയോൺമെൻറ്റും തമ്മിലുള്ള ബന്ധം, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് എൻവയോൺമെൻറ്റ്, അതൊക്കെ നിങ്ങൾ പഠിച്ച് വെച്ചേക്കുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ഓൺ ഹ്യൂമൻ സൊസൈറ്റി, മനുഷ്യ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം. 2 ക്വസ്റ്റ്യനും കൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ പരിസ്ഥിതി നമുക്കറിയാമല്ലേ, നമുക്ക് ജീവിക്കാനുള്ള പ്രകൃതിയുള്ള ചുറ്റുപാട്, നമ്മൾ അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലേ, നമ്മുടെ ചുറ്റുപാടിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. പരിസ്ഥിതിയിലുണ്ടായ മാറ്റത്തിന് കാരണം നമുക്കറിയാം, കാലാവസ്ഥയിൽ വന്ന മാറ്റം, അതുപോലെ സമുദായങ്ങളുടെ പ്രവർത്തനത്തിൽ, മനുഷ്യൻ്റെ പ്രവർത്തനത്തിൽ വന്ന മാറ്റം. എല്ലാ സമൂഹങ്ങളിലും വിവിധ തരത്തിലുള്ള സമുദായങ്ങൾ പ്രവർത്തിക്കുന്നു. അവരുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ പരിസ്ഥിതിയിൽ ഒരുപാട് മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഏതെല്ലാം രീതിയിലാണ് നമ്മൾ മനുഷ്യർ പ്രകൃതിയിൽ അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തിയത്? എഫക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ്, നമ്മുടെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മുഖേന. എയർ പൊല്യൂഷൻ, പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ഇതൊക്കെ. എയർ പൊല്യൂഷൻ, അതുപോലെ സൗണ്ട് പൊല്യൂഷൻ അല്ലേ, ശബ്ദമലിനീകരണം, വായു മലിനീകരണം, സോയിൽ പൊല്യൂഷൻ അല്ലേ, മണ്ണ് മലിനീകരണം, വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം. ഇത് ഇത്രയുമാണ് ഏറ്റവും പ്രധാനമായിട്ടും മനുഷ്യൻ്റെ കൈകടത്തൽ, പ്രകൃതിയിലേക്ക് മനുഷ്യൻ്റെ കൈകടത്തൽ മുഖേന ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പാഠവും ഈ ചാപ്റ്റർ കൂടി നോക്കി വയ്ക്കുക. 22ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. എക്സാം എഴുതി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും.